ഇന്ത്യയിൽ നിന്ന് പോകണം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇന്നലത്തെ തീരുമാനം. ഏതായാലും ആ തീരുമാനം വന്നതിന് പിന്നാലെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പാക് പൗരന്മാർ ചിലരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ കയ്യിൽ രേഖകളും മറ്റും ഉണ്ടായിരുന്നു. ഒരു നിയമസഹായം തേടിയായിരിക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന കാര്യം അന്വേഷിച്ചായിരിക്കും അവരൊക്കെ വരുന്നത്. അതിനിടയിലാണ് ഒരാൾ രാവിലെ ഒരു കേക്കുമായി ഇങ്ങോട്ട് വരുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞത്. അയാളോട് ആരാണ്, എന്തിനാണ് കേക്ക്, ആരാണ് നിങ്ങൾക്കൊരു കേക്ക് ഓർഡർ ചെയ്യാൻ പറഞ്ഞത് എന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ അയാളൊന്നും മിണ്ടിയില്ല. പിന്നീട് നേരെ എംബസിയുടെ പുറകുവശത്തെ ഗേറ്റിലൂടെ അകത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എംബസിക്ക് ഇവിടെ ഒരു പ്രധാന ഗേറ്റ് ഉണ്ട്. അവിടെ നേരത്തെ ഞാൻ രാവിലെ വന്ന സമയത്ത് ഇവിടെ കാര്യമായ സുരക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നതുകൊണ്ട് മാത്രം ഒരു 2 ബാരിക്കേഡ് സ്ഥാപിക്കുകയും കൂടുതൽ പോലീസിനെ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വഴി കൂടി ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് ഇന്ന് രാവിലെ ഡൽഹിയിൽ പാകിസ്ഥാൻ എംബസിയിൽ നടന്നൊരു സംഭവമാണ്. രാവിലെ അവിടെ മൊത്തം പ്രൊട്ടസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്രം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാൻ എംബസി മൊത്തത്തിൽ എന്ത് ചെയ്യണം, 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടുന്ന് പോകേണ്ടതാണ് എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഈ ഒരു എംബസിയുടെ മുമ്പിൽ ഫുള്ളായിട്ടുള്ള പ്രതിഷേധവും കാര്യങ്ങളും നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു പാക് പൗരനാണെന്ന് തോന്നുന്നു, ആ ഒരു വ്യക്തിയുടെ കയ്യിലൊരു കേക്കുമായിട്ട് എന്ത് ചെയ്യുന്നത്, നേരെ ഈ ഒരു എംബസിയുടെ അകത്തേക്ക് കയറിപ്പോകുന്നത്. ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമേ കണ്ടത്. ആ ഒരു പൗരൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഫുള്ളായിട്ടുള്ള മീഡിയസും എല്ലാവരും ആ ഒരു കവർ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ കേക്ക്, ആര് പറഞ്ഞിട്ടാണ് ഈ ഒരു കേക്ക് വാങ്ങിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി ഒന്നും തന്നെ പറയുന്നില്ല, അങ്ങനെ തന്നെ നടന്നകത്തേക്ക് കയറി പോവാണ്. ഇത് കണ്ട സമയത്തുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് വന്നത്. ഒരു കേക്ക് അകത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, അവരെന്തോ ആഘോഷിക്കുവാണോ എന്ന കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ്, 2 ദിവസം മുമ്പാണ് ആ ഒരു അറ്റാക്ക് നടക്കുന്നത്. ആ ഒരു അറ്റാക്ക് നടന്നതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യുക, എല്ലാവരും ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ്. ആ ഒരു കാര്യം സംഭവിച്ചതിൽ അതിന് നടത്തിയവർക്കെതിരെ അറ്റാക്ക് നടക്കണം എന്നുള്ളൊരു കാര്യമാണ്. പാകിസ്ഥാൻ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ടാണ് പാകിസ്ഥാൻ എംബസി എടുത്ത് ഇവിടുന്ന് തന്നെ പോകണം എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞത്. അത് 24 മണിക്കൂറിൽ തന്നെ പോകണമെന്നാണ് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ അവിടെ അതിൻ്റെ മുമ്പിൽ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ആൾക്കാർ നടത്തുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു സംഭവം കുറേ അധികം ഇഷ്യൂവിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. കാരണം എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു കേക്കും കൊണ്ട് ആ ഒരു ഓഫീസിലേക്ക്, ആ ഒരു എംബസിയിലേക്ക് കയറി പോകുക എന്ന് പറയുമ്പോഴത്തേന് ഇത് ആഘോഷമാക്കാനുള്ള ഒരു രീതിയിലാവും എന്നുള്ള രീതിയിൽ നമ്മളല്ല. ഇപ്പം ഞാൻ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഫസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഈ സംഭവിക്കുന്ന രീതിയിലാണ്. ഒരു കേക്കായിട്ട് കയറി പോകുമെന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു സിറ്റുവേഷനിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ടൊരു ട്രിഗറിങ് പോയിൻ്റ് ആകും. അത് ഭയങ്കരമായിട്ടുള്ള ഒരു കലാപം വരെ എത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മനഃപൂർവ്വം ശ്രമിക്കുകയാണോ എന്ന് തന്നെ പലപ്പോഴും തോന്നാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണോ ഇതും. ഒരുപക്ഷെ ആ വെളിയിൽ വന്ന് കൂടി നിൽക്കുന്നവർ ഇത് ഭയങ്കരമായിട്ട് കണ്ടിട്ട് ട്രിഗറായി ഒരു അറ്റാക്കിന് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങളാവും. അതൊരു കലാപമോ, അത് പിടിച്ചു നിർത്താനോ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ എന്താലോചിച്ചിട്ടാണ് ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും പലർക്കും അതിലുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നിക്കാണും. ഇപ്പോൾ നോർമലാണ്. പക്ഷേ ഇങ്ങനത്തുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയും പെരുമാറുന്ന കുറേയധികം പേരുണ്ട്. ഇപ്പം ചിലവർ പറയും അത് എന്താണ് ഉറപ്പ് എന്നുള്ളത്, ഇങ്ങനെയൊക്കെ കേക്ക് കൊണ്ടുപോയത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു സിറ്റുവേഷനിൽ കേക്കുമായിട്ട് ഒരു വ്യക്തി അതിനകത്ത് കയറി പോകുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് വേറെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള ടൈമില്ല. ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, അത് ഈ ഒരു സിറ്റുവേഷനാണ്. ഇവരുടെ അടുത്ത് പിരിഞ്ഞു പോകാൻ പറഞ്ഞതിൻ്റെ കാര്യം തന്നെ അതുകൊണ്ടാണ്. അങ്ങനെ ഒരു സമയത്ത് ആ ഒരു എംബസിയിലേക്കൊരു കേക്കുമായിട്ട് ഒരു വ്യക്തി കയറി പോകണം, ഒരു പൗരൻ കയറി പോകുകയെന്ന് പറയുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ടുള്ള കലാപത്തിനൊക്കെ പ്രശ്നമാകും. ചിലവരത് ഭയങ്കരമായിട്ട് ന്യായീകരിച്ചൊക്കെ വരാം. പക്ഷേ നോർമലായിട്ട് അത് നോക്കുമ്പോഴത്തേനും ഒരിക്കലും നമുക്കത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള മനുഷ്യർ ഈ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് അറിയുമ്പോഴത്തേനും ഭയങ്കര വിഷമമാണുള്ളത്. ഈയിടയ്ക്കൊരു ഇങ്ങനെ വീഡിയോസ് ഇതിനെപ്പറ്റി കാണുന്നതിൻ്റെ ഇടയിൽ ഒരു ഇൻഫ്ലുവൻസറുണ്ട്, അതൊരു ഹിന്ദി ഇൻഫ്ലുവൻസറാണ്. ആ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ സ്റ്റോറി ഇതിനെപ്പറ്റി, ഒരു അറ്റാക്കിനെ പറ്റി ഇട്ട സമയത്ത് അവരെ സ്റ്റോറിക്ക് ഒരു കമൻ്റായിട്ട് ഒരുത്തൻ ഇട്ടേക്കുന്നതാണ്, ഇതൊക്കെ നിങ്ങൾ അർഹിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ ഇട്ടേക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം പേര് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അവരെയൊക്കെ മൊത്തമായിട്ട് തുടച്ച് നിൽക്കണമെന്നുള്ളൊരു കാര്യം. കാരണം ഇവരെ പോലുള്ളവർ അടുത്ത വരുന്ന ജനറേഷനിൽ ഇതുപോലത്തുള്ള കാര്യങ്ങൾ കുത്തി വെക്കുമ്പോഴത്തേനും അത് അടുത്ത തലമുറയും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുകൊണ്ടേയിരിക്കും. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു കമൻറ്റ് കണ്ട്, ആ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസർ എടുത്ത് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട് ആ ഒരു ഇട്ട മെസ്സേജ്. ഇങ്ങനത്തുള്ള കുറേയധികം ആൾക്കാരുണ്ട്. എന്താണ് ബോധമായിട്ട് ഒന്നും തന്നെ ചിന്തിച്ച് ഒന്നും തന്നെ ചെയ്യാത്ത കുറേയധികം പേര്. അവർ അങ്ങനെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് പേര് വേണം അതൊക്കെ അല്ല എന്നുള്ള തെളിയിക്കാൻ. ഇല്ലെങ്കിൽ എല്ലാം മൊത്തത്തിൽ അത് തന്നെ അങ്ങനെ
വലിയൊരു പ്രശ്നത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോഴത്തേനും ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് എപ്പോഴും ഓർത്ത് വെക്കുക. അങ്ങനെയുള്ളവരെ എന്താ പറയുക, കഴിവതും നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റി വെക്കുക. അങ്ങനെയുള്ളവരെ മാക്സിമം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. സോ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.